നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് മിലിറ്ററി ഓപ്പറേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മിലിറ്ററി ഓപ്പറേഷൻസ് പലതവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, ദീപം ലോ അക്കാഡമിക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഒന്നുകൂടി ചെയ്യുകയാണ്. 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതായിരുന്നു അറിയാമോ? അതായത് 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏത്? ഓപ്പറേഷൻ പോളോ. ഏതാണ്? ഓപ്പറേഷൻ പോളോ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1961 ഗോവ വിമോചനത്തിനായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ വിജയ്. ഏതായിരുന്നു? ഓപ്പറേഷൻ വിജയ്. അതുപോലെ ഓപ്പറേഷൻ വിജയ് നടന്ന സമയത്തുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആര്? VK കൃഷ്ണമേനോൻ. ആരാണ്? VK കൃഷ്ണമേനോൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ മലയാളിയായ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ആര്? VK കൃഷ്ണമേനോൻ. ഇന്ത്യയുടെ മലയാളിയായ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ആര്? VK കൃഷ്ണമേനോൻ. അതുപോലെ തന്നെ 2001 പാർലമെന്റ് ആക്രമണം തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതായിരുന്നു? ഓപ്പറേഷൻ പരാക്രം. 2001 പാർലമെന്റ് ആക്രമണം തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ പരാക്രം. ഓപ്പറേഷൻ പരാക്രം. അതുപോലെ തന്നെ 1999 കാർഗിലിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ഏതായിരുന്നു? കാർഗിലിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏതായിരുന്നു? ഓപ്പറേഷൻ വിജയ്. കാർഗിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ വിജയ്. വർഷം 1999. കാർഗിൽ വിജയ് ദിനം ജൂലൈ 26. കാർഗിൽ വിജയ് ദിനം ആൻസർ ജൂലൈ 26. അതുപോലെ തന്നെ കാർഗിൽ വിജയ് ദിനം എന്നാണ് ജൂലൈ 26. അതുപോലെ തന്നെ 1984 സുവർണക്ഷേത്രത്തെ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏത്? അതായത് 1984 സുവർണക്ഷേത്രത്തെ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഏതാണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതുപോലെ സുവർണക്ഷേത്രത്തിനുള്ളിൽ കുടുങ്ങിയ തീവ്രവാദികളെ പുറത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 2002 ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തീവ്രവാദികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏത്? ഓപ്പറേഷൻ വജ്രശക്തി. ഓപ്പറേഷൻ വജ്രശക്തി. അതുപോലെ തന്നെ 2004 സുനാമി ബാധിതരെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏത്? ഓപ്പറേഷൻ ഗംഭീർ. ഓർത്തുവെച്ചോളുക. 2004 സുനാമി ബാധിതരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഗംഭീർ. അതുപോലെ തന്നെ വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസംഘം ഏതായിരുന്നു? വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസംഘമായിരുന്നു ഇത് ഓപ്പറേഷൻ കൊക്കൂൺ. ഏതാണ്? ഓപ്പറേഷൻ കൊക്കൂൺ. അതും വർഷം എന്നാണ്? 2004. വർഷം 2004. ഓപ്പറേഷൻ കൊക്കൂണിന് നേതൃത്വം നൽകിയ ഓഫീസറായിരുന്നു ആര്? K. വിജയകുമാർ. ഓർത്തുവെച്ചോളുക. ഓപ്പറേഷൻ കൊക്കൂണിന് നേതൃത്വം നൽകിയ ഓഫീസറായിരുന്നു ആര്? K. വിജയകുമാർ. അതുപോലെ തന്നെ കൊറോണ രോഗദുരിത സമയത്ത് വിദേശത്തകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള മിഷനായിരുന്നു ഏത്? വന്ദേ ഭാരത് മിഷൻ. അതുപോലെ തന്നെ കൊറോണ രോഗദുരിത സമയത്ത് വിദേശത്തകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാവികസേന നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഏത്?
ഓപ്പറേഷൻ സമുദ്ര സേതു. ഏതാണ് ഓപ്പറേഷൻ സമുദ്ര സേതു? വർഷം നമുക്കറിയാം, കൊറോണ വർഷം എന്നാണ്, 2020 വർഷം 2020. അതുപോലെ തന്നെ 2015 ഇന്ത്യൻ സൈന്യം നേപ്പാളിൽ നടത്തിയ രക്ഷാപ്രവർത്തനം എന്താണ്? ഓപ്പറേഷൻ മൈത്രി. ഏതാണ് ഓപ്പറേഷൻ മൈത്രി? അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതകളേറിയ ക്വസ്റ്റ്യൻസ് ആണ്, മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കും? പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം. വീഡിയോ കാണുന്നവർ വീഡിയോ തുടർച്ചയായിട്ട് കാണുക.